ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മളിവിടെ ഉദ്ഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅതും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുകും വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഈ ആയത്താണ് വിശദീകരിച്ച് വന്നത്. ഇവിടെ നമ്മൾ ഖത്അ അംദ് ഇതൊക്കെ പറഞ്ഞാണല്ലേ. ഇവിടെ ഈ ഇഖ്വാനുക്കും ഫിദ്ദീൻ വ മവാലീക്കും അതിലൊരു മസ്അല, അത് സുപ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ വിഷയം നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് അതവിടെ വെച്ചതാണ്. ഇഖ്വാനുക്കും ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാർ. മുആഖാത്ത് എന്ന് പറയും. മുആഖാത്ത് എന്ന് പറഞ്ഞാൽ സാഹോദര്യം സ്ഥാപിക്കലാണ്. സാഹോദര്യം സ്ഥാപിക്കൽ, അതാണ് ദീനിൽ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ആളുകൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കൽ. പിന്നെ മവാലീക്കും, മവാലീക്കും എന്നുള്ളത് മുവാലാത്ത്. മുആഖാത്തും മുവാലാത്തും സാഹോദര്യം തന്നെയാണ്. രണ്ട് സാഹോദര്യം. പക്ഷെ അത് പിന്നെ പ്രാവർത്തികമായി ചില എന്തുണ്ട്, അത് സ്ഥാപിക്കുന്നതിൽ ചില വ്യത്യാസമുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുഹാജിരീന വൽ അൻസാർ. ആഖ, എന്താ ആഖ എന്ന് പറഞ്ഞാൽ? ആഖ എന്ന് പറഞ്ഞാൽ സാഹോദര്യമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ പിന്നെ അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ എന്തുണ്ടായി? ആഖ. ആഖ എന്ന് പറഞ്ഞാൽ സാഹോദര്യമുണ്ടാക്കി, അവരെ സഹോദരങ്ങളാക്കി, ഇഖ്വാനാക്കി, മുഹാജിറുകളെയും അൻസാരികളെയും. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും, പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുഹാജിറാണ്, സഅദ് ബിൻ റബീ അൽ അൻസാരിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവർക്കിടയിലാണ് ആഖ, പിന്നെ സഹോദര്യം ഉണ്ടാക്കിയത്. ആഖ ബൈന അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ വ സഅദ് ഇബ്നു റബീ. സഅദിനും അവർക്കിടയിൽ സഹോദര്യം ഉണ്ടാക്കി. എന്നാൽ ആ സഹോദര്യത്തിൻ്റെ പ്രത്യേകത എന്താ? മുഹാജിറുകൾക്കും അൻസാരികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹോദര്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വരുന്നത്, ഒന്നുമില്ലാതെ വരുന്നത്. അപ്പം മദീനയിലെ പിന്നെ അവിടുത്തെ പിന്നെ താമസക്കാരായ അവിടുത്തെ പിന്നെ ആളുകളായ അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹോദര്യം ഉണ്ടാക്കുമ്പോൾ ഇവരുടെ സ്വത്ത് പകുക്കണം, അൻസാരികളുടെ എൻ്റെ പകുതി സ്വത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുടുംബം ഇല്ലാത്തവർക്ക് കുടുംബത്തെ നൽകണം. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അതാണ് സാഹോദര്യം. അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒക്കെ ഓരോ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാഹോദര്യം വളക്കിയത്. എല്ലാ മുഹാജിറുകളെയും അൻസാരികളുമായിട്ട് എന്ത് ചെയ്തു? സാഹോദര്യത്തിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പിന്നെ ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ ഒരു മാതൃക. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പിന്നെ സാഹോദര്യം സ്ഥാപിക്കലും സാഹോദര്യവുമാണ് അവിടെ നടന്നത്. അതാണ് ഇഖ്വാനുക്കും ഫിദ്ദീൻ, ദീനിൽ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വിഷയം. ഇനി മവാലീക്കും, അവർ നിങ്ങളുടെ മൗലമാരാണെന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ മറ്റൊരു സാഹോദര്യമാണ് ഏത്? മുവാലാത്ത്. രണ്ടും സാഹോദര്യം തന്നെയാണ്. പക്ഷേ ഈ മുവാലാത്ത് ഇത് രണ്ട് നിലക്കാണ് പിന്നെ മുവാലാത്ത് ഇസ്ലാമിലുള്ളത്. ഒന്ന് മുവാലാത്തു ഹിൽഫ്, മറ്റൊന്ന് മുവാലാത്തു ഇത്ഖിൻ. ഈ ഹിൽഫിൻ്റെ മുവാലാത്ത്, അതേപോലെ തന്നെ ഇത്ഖിൻ്റെ മുവാലാത്ത്, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. എന്താ ഇതിൻ്റെ വിഷയം? നമ്മൾ പറഞ്ഞു ഇതും സാഹോദര്യം ഉണ്ടാക്കൽ തന്നെയാണ്. പക്ഷേ ഇത് പിന്നെ മുഹാലഫ അല്ലെങ്കിൽ ഹിൽഫ് എന്ന് പറഞ്ഞെങ്കിൽ സത്യം ചെയ്തിട്ടുള്ള സാഹോദര്യമാണ്, സത്യം ചെയ്തുകൊണ്ടുള്ള സാഹോദര്യമാണ്. അതൊന്നുകൂടി എന്താവും? ഒന്നുകൂടി ശക്തിമത്താവും. മുഹാലഫ എന്ന് പറയും ഇതിന്. മുഹാലഫ സത്യം ചെയ്തിട്ട് സാഹോദര്യം വിളക്കുക. അതുണ്ടല്ലോ. ഈ വ്യക്തികൾ എന്ത് ചെയ്യും? ഇസ്ലാമിൽ ഇങ്ങനെ സത്യം ചെയ്ത് സഹോദരന്മാരാകും. അല്ലെങ്കിൽ വ്യക്തികൾ ഗോത്രങ്ങളുമായിട്ട് ഇങ്ങനെ സഖ്യത്തിലും സാഹോദര്യത്തിലാവും. പിന്നെ ഗോത്രങ്ങൾ അന്യോന്യം
ഗോത്രങ്ങൾ അന്യോന്യം സഖ്യത്തിലും സാഹോദര്യത്തിലും ആകും. അത് സത്യം ചെയ്തിട്ട് അവർ ഉറപ്പിക്കും. ഇപ്പോൾ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, കഅബ് ബിൻ ഉജ്റ അദ്ദേഹം ശരിക്ക് കഅബ് ബിൻ ഉജ്റ അൽ ബലവി അൽ അജലാനി, പിന്നെ കഹ്താനിയാണ്, കഹ്താനിയാണ് അൻസാരികളും. ഈ കഅബ് ബിൻ ഉജ്റയെ കുറിച്ച് പറയാൽ ഹലീഫുൽ അൻസാർ എന്നാണ്, അൻസാരികളുടെ ഹലീഫ് എന്നാ പറയുക. ഹലീഫ് എന്ന് പറഞ്ഞെങ്കിൽ അൻസാരികളോട് സത്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് പരസ്പരം സഹായത്തിൽ പരസ്പരം സാഹോദര്യത്തിൽ കഴിയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നാണ്, അൻസാരികളോട് ചേരുന്നതാണ്. മനസ്സിലായി? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ കുടുംബങ്ങളുമായി അല്ലെങ്കിൽ ഗോത്രങ്ങളുമായിട്ട് സഖ്യത്തിലാവുക എന്നുള്ളത് അത് സത്യം ചെയ്താകുമ്പോൾ എന്തായി, ആ സത്യം ചെയ്താകുമ്പോൾ അതൊന്നുകൂടി ഉറപ്പായി, സ്ട്രോങ്ങായി, ബാധ്യത ഉള്ളതായി. ജാഹിലിയത്തിൽ ഇതുണ്ടായിരുന്നു, ഹിൽഫുൽ ജാഹിലിയ എന്ന് പറയും. ജാഹിലിയത്തിൽ ഇങ്ങനത്തെ സഖ്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അബൂബക്കർ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു മുത്തയ്യിബിയാണ് എന്നാണ് പറയുക, മുത്തയ്യിബി. ഉമറിനെ കുറിച്ച് പറയുമ്പോൾ ഉമർ അഹ്ലാഫി എന്നാണ് പറയുക, അഹ്ലാഫി. അത് ഇതിലേക്കുള്ള ഒരു പിന്നെ വിഷയമാണ്. ഈ മുത്തയ്യിബി, അബൂബക്കർ മുത്തയ്യിബിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അൽ മുത്തയ്യിബി എന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയും. ഉമറിനെ കുറിച്ച് പറയും അൽ അഹ്ലാഫി. എന്താ ഈ മുത്തയ്യിബി അഹ്ലാഫി എന്ന് പറയുന്നത്? ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇതായിട്ട് വട്ടം കറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നബിയായി നിയുക്തമാകുന്നതിന് മുമ്പ് നടന്ന മക്കയിലുണ്ടായ ഒരു ഹിൽഫാണ് ഇതിൻ്റെ കാരണം. ശാസ്ത്ര മതങ്ങൾ ഇവിടെ ഉദയം ചെയ്യുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ ഖുസൈൻ്റെ കാലത്ത്, അല്ല ഖുസൈൻ്റെ കാലശേഷം നടന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഹിൽഫിന് കാരണം. റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ ഖുസൈ എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ എങ്ങനെയാണ്? റസൂലുള്ളാഹിൻ്റെ അപ്പ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ വല്യപ്പ. ഈ ഖുസൈയും അദ്ദേഹം ശരിക്കും ഖുസൈ അല്ല, അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദാണ്, സെയ്ദ്. പക്ഷെ ഖുസൈൻ്റെ വാപ്പ കിലാബ്, അദ്ദേഹം പിന്നെ വിവാഹം കഴിച്ചിരുന്നത്, ഇപ്പോൾ നമ്മൾ കെൽബ് ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, സെയ്ദ് ബിൻ ഹാരിസ ബനു കെൽബ് ഗോത്രക്കാർ. അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ്, ഇന്നത്തെ ഷാമിൻ്റെ ഫലസ്തീൻ്റെ ഭാഗം, ആ ഭാഗത്തായിരുന്നു കെൽബ് ഗോത്രം ഉണ്ടായിരുന്നത്. അവിടുന്നായിരുന്നു ഈ കിലാബ് കല്യാണം കഴിച്ചിരുന്നത്. കിലാബ് കല്യാണം കഴിച്ചതിൽ സെയ്ദ് കുട്ടി ഉണ്ടായി, ഖുസൈ കുട്ടി ഉണ്ടായി, അല്ലേ? അന്ന് രാഷ്ട്രീയ പിന്നെ വടംവലി നടക്കുന്ന കാലമാണ് മക്കത്ത്. മുസ്ലിം മതങ്ങളൊന്നും ജനിച്ചിട്ടില്ല, കുറേ മുമ്പാണ്. രാഷ്ട്രീയ വടംവലി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഈ കുട്ടീനെ എന്ത് ചെയ്തു ഇവർ പിന്നെ മക്കയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുസൈ വളരുന്നത് എവിടെയാണ്? പിന്നെ ബനു കെൽബിലാണ്, അവിടെയാണ് വളരുന്നത്. അദ്ദേഹത്തെ അവിടേക്ക് അകറ്റി. കാരണം ഈ ഖുസൈ ചെറുപ്പത്തിലെ വലിയ നിപുണനായി കാണപ്പെട്ടു. പിന്നെ ഉമ്മ അവിടുത്തുകാരിയാണ്, ബനു കെൽബിയാണ്. ഏതായാലും പിന്നെ ഈ ഖുസൈനെ അവിടെയാണ് വളർത്തിയത്. കാരണം അദ്ദേഹം മക്കയുടെ നേതൃത്വത്തിൽ വരരുത് എന്നതായിരുന്നു അന്ന് അവരുടെ ഒരു ലക്ഷ്യം. പക്ഷേ എന്ത് ചെയ്തു, പിന്നെ ഖുസൈ കാര്യപ്രാപ്തി നേടിയിട്ട് ഖുസൈനെ എന്ത് ചെയ്തു, മക്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മക്കാർ ഭയന്നത് എന്തോ അത് നടന്നു. സെയ്ദ് എന്തായി മക്കയുടെ നേതൃത്വത്തിൽ വന്നു. നമുക്കല്ല, സെയ്ദിനെ മക്കയിൽ നിന്ന് അകറ്റി ബനു കെൽബിൽ പാർപ്പിച്ചത് കാരണത്താലാണ് ഖുസൈ എന്ന് വിളിക്കപ്പെട്ടത്. ഖുസൈ എന്ന് പറഞ്ഞാൽ അക്സ എന്ന് പറഞ്ഞാൽ അറ്റത്തുള്ള, ദൂരെയുള്ള എന്നർത്ഥം. നമുക്കല്ല, അതുകൊണ്ടാണ് സെയ്ദിന് ഖുസൈ എന്ന വിളിപ്പേര് വന്നത്. എന്തായാലും ഈ ഖുസൈ മക്കയുടെ നേതൃത്വത്തിൽ വന്നു. ഖുസൈ മരിക്കുമ്പം മക്കൾ പലതുണ്ട്. അതിൽ 2 മക്കൾ പ്രധാനികളാണ്. ഒന്ന് അബ്ദു മനാഫ്, റസൂലുള്ളാഹിൻ്റെ വല്യാപ്പ അബ്ദു മനാഫ്. മറ്റൊന്ന് അബ്ദുദ്ദാർ. ഈ 2 മക്കൾക്ക് ഖുസൈ ഉണ്ടല്ലോ, മക്കയുടെ നേതൃപദവി നടത്തണമെങ്കിൽ ഒന്ന് റിഫാദ, മറ്റൊന്ന് ഹിജാബ, മറ്റൊന്ന് സിഖായത്ത്, മറ്റൊന്ന് ലിഖ്വ, ഇങ്ങനെ ദാറുൻ നദ്വ, അതൊക്കെയാണ്. അതൊക്കെ വലിയ സ്ഥാനങ്ങളല്ലേ. ഈ ഖുസൈ എന്ത് ചെയ്തു, മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അബ്ദുദ്ദാറിന് കൊടുത്ത്. ഖുസൈൻ്റെ അനന്തരാവകാശി അബ്ദുദ്ദാറിനെ ആക്കി. ഈ അബ്ദുദ്ദാറിനെ ആക്കിയപ്പോൾ അബ്ദു മനാഫ് റസൂലുള്ളാഹിൻ്റെ 4ാമത്തെ വല്യാപ്പല്ലേ, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഹാഷിമിൻ്റെ അപ്പ.
അബ്ദു മനാഫിനും മക്കൾക്കും അതൊരു വിഷയമായി. കാരണം എന്താ, വലിയ വാപ്പാരിക്കൊക്കെ കൊടുത്ത് അബ്ദുദ്ദാറിനാണ് കൊടുത്തത്. ഇത് കാരണത്താൽ അബ്ദുദ്ദാറിൽ നിന്ന് കുറച്ച് വിഷയങ്ങൾ ആർക്കും കൂടി കിട്ടണം, അബ്ദു മനാഫിന് കിട്ടണം. അതിനു വേണ്ടി മക്കത്തെ ഖുറൈശി ഗ്രൂപ്പുകൾ, ഖുറൈശി ഉപഗോത്രങ്ങൾ സഖ്യം ഉണ്ടാക്കി, ഹെൽഫ് ഉണ്ടാക്കി. അങ്ങനെ അബ്ദു മനാഫിൻ്റെ മക്കൾ ബനു അബ്ദു മനാഫും, പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഗോത്രമായ ബനു തൈമും, പിന്നെ ബനു അസദും, ഖദീജ റളിയല്ലാഹു ഗോത്രം ആ ബനു അസദും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ ഗോത്രക്കാരായ ബനു സഹ്റ. അപ്പോൾ ബനു അസദ്, ബനു സഹ്റ, പിന്നെ ബനു തൈം, പിന്നെ അബ്ദു മനാഫിൻ്റെ മക്കൾ, ഇവരൊക്കെ പാടെന്ത് ചെയ്ത് പിന്നെ ഒരു സഖ്യമായി. എന്തിന്? ഈ അബ്ദു മനാഫിന് ചില അവകാശങ്ങൾ അബ്ദുദ്ദാറിൽ നിന്ന് കിട്ടാൻ. അങ്ങനെ ഇവർ സഖ്യമായപ്പോൾ അവർക്കാണ് അൽ മുത്തയ്യിബൂൻ എന്ന് പറയുക. അൽ മുത്തയ്യിബൂൻ, കാരണം അവർ പിന്നെ സുഗന്ധദ്രവ്യം കൊണ്ടുവന്നിട്ട് പിന്നെ കഅബയിൽ ചാർത്തുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണത്താൽ അതാ കുല്ലിൻ ഈ ബനു അബ്ദുദ്ദാറും ഗോത്രങ്ങളും അവർ അൽ മുത്തയ്യിബൂൻ എന്നറിയപ്പെട്ടു. എന്താ, അബൂബക്കർ റളിയല്ലാഹു ഗോത്രം ബനു തൈമയിലാണുള്ളത്, ഇവരിലാണുള്ളത്. അതുകൊണ്ടാണ് ആ സഖ്യത്തിലേക്ക് ചൂണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്ത് പറയുന്നത്? അൽ മുത്തയ്യിബി എന്ന് പറയുന്നത്. എന്നാൽ ബനു അബ്ദുദ്ദാറിനോടൊപ്പം കുറച്ച് അറേബ്യൻ ഗോത്രങ്ങൾ സഖ്യത്തിലായി. ബനു അബ്ദുദ്ദാറിനോടൊപ്പം അതിൽ ജുമഹ്, ബനു ജുമഹ്, അതേപോലെ തന്നെ ബനു സഹം, അതേപോലെ തന്നെ ബനു മഖ്സൂം, അബൂജഹലിൻ്റെ ഗോത്രം ബനു മഖ്സൂം, പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം ബനു അദി, ബനു അദിയ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം, ബനു മഖ്സൂം അതാണ് ഇക്രിമ, അബൂജഹൽ ഇവരുടെയൊക്കെ ഗോത്രം, അൽ വലീദ് ഇബ്നുൽ മുഗീറ ഇവരുടെയൊക്കെ ഗോത്രം, റസൂലുള്ളാഹിൻ്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ഗോത്രം അവർ മഖ്സൂമാണ്. പിന്നെ അതിലാണ് ജുമഹ്, പിന്നെ അതിലാണ് സഹം, അംർ ഇബ്നു നാസിർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം, ഇവരൊക്കെ ഇതിൽ സഖ്യത്തിലായി. അവരാണ് അൽ അഹ്ലാഫ് എന്ന പേരിൽ ആ സഖ്യം അറിയപ്പെട്ടത്. അബ്ദുദ്ദാറും ഗോത്രവും അവരാണ് അൽ അഹ്ലാഫ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്തവരല്ല അഹ്ലാഫി എന്ന് പറയും. ഉമറിൻ്റെ ഗോത്രം അതിൽ പങ്കെടുത്താണ്. അതുകൊണ്ടാണ് ഉമർ എന്ന് പറയുന്നത് അല്ല അഹ്ലാഫി എന്ന് പറയപ്പെടുന്നത്. വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഹിൽഫിൽ ഇത് ഒരു പിന്നെ നീതിക്ക് വേണ്ടിയാണ്. ഒരു വാപ്പ എല്ലാ നേതൃവകകളും ഒരു മകൻ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പിന്നെ അത് ഭാഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സഖ്യമാണ് ഈ പറഞ്ഞ സഖ്യം, മുത്തയ്യിബ് അൽ അഹ്ലാഫ്, ഈ സഖ്യം. അപ്പോൾ പിന്നെ ഇങ്ങനെ സഖ്യത്തിലാകുക എന്നുള്ളതുണ്ടായിരുന്നു, പരസ്പരം സഹായിക്കാൻ. അതേപോലെ തന്നെ അക്രമത്തിനെതിരിൽ, അതാണ് ഹിൽഫുൽ ഫുദൂൽ. ഹിൽഫുൽ ഫുദൂൽ നമ്മൾ ചരിത്രത്തിൽ ജാഹിലിയത്തിൽ വൈകുന്ന ഇസ്ലാം മതങ്ങളൊക്കെ സംബന്ധിച്ച ഹിൽഫ്, ഇത് ഇസ്ലാം ജാഹിലിയത്തിലുണ്ടായിരുന്നു. ഇത് ഗോത്രങ്ങൾ തമ്മിൽ, പിന്നെ വ്യക്തികൾ തമ്മിൽ, വ്യക്തികളും ഗോത്രങ്ങളും തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ദീനിൽ ഈ ഹിൽഫ് എന്ത് ചെയ്ത് വകവെച്ച്, ഹിൽഫ് വകവെച്ച്. പക്ഷേ ഹിൽഫ് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ കിതാബുകളിലൊക്കെ വായിക്കുക. ഒന്ന് ജാഹിലി, മറ്റൊന്ന് ഇസ്ലാമി. പിന്നെ ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, അമ്മൽ മുആഖാത്തു ഫില്ലാഹ് വത്തഹാലുഫു ഫി തആത്തില്ലാഹ് വത്തനാസുറു ഫിദ്ദീൻ വത്തആവുനു ബിൽ ബിർരി വത്തഖ്വ വ ഇസ്ബാത്തിൽ ഹഖ് ഫബാഖിൻ ലം യുൻസഖ് എന്നാണ്. അതായത് സാഹോദര്യം ഉണ്ടാക്കുക, അതേപോലെ തന്നെ തഹാലുഫ് ഉണ്ടാക്കുക, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗ്ഗമാണ് തഹാലുഫ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈ നന്മയിലും പുണ്യത്തിലും സത്യം സ്ഥാപിക്കുന്നതിലൊക്കെ പരസ്പരം സഹായിക്കുക, ദീനീ വിഷയങ്ങളിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത് അത് ബാഖിൻ നമ്മുടെ ദീനിൽ ജാഹിലിയത്തിലേത് നിലനിൽക്കുന്നതാണ്. ലം യുൻസഖ്, അതൊരിക്കലും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിലും എന്തുണ്ട്, ഇങ്ങനെ ഹിൽഫ് ഉണ്ടാക്കുക എന്നുള്ളതുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പക്ഷേ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ ഹിൽഫ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഹിൽഫില്ല. ലാ ഹിൽഫ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഹിൽഫില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലഫ ബൈനൽ മുഹാജിരീന വൽ അൻസാർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാലഫ ഹിൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മറത്തൈൻ ഔ സലാസൻ എന്നാണ്. 2 or 3 തവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുടെ? മുഹാജിറുകളുടെയും അൻസാരികളുടെയും ഇടയിൽ. അനസ് റളിയല്ലാഹു തആല പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ പിന്നെ എന്താ വിഷയം ജാഹിലിയത്തിൽ ഹിൽഫ് ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളാണെങ്കിലും അവരെന്ത് ചെയ്യുന്നറിയോ, അവർ പരസ്പരം സഹായിക്കുന്ന വിഷയത്തിലും അനന്തരം കൊടുക്കുന്ന വിഷയത്തിലും, അനന്തര സ്വത്ത് വരെ കൊടുക്കും. ആർക്ക്? ആരോടാണോ ഹിൽഫ് ഉണ്ടാക്കിയത് അയാൾക്ക്. അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തിട്ട് രണ്ടാളുകൾ എന്ത് ചെയ്യണം, സഖ്യത്തിലാവുകയാണ്. പരസ്പരം സഹായിക്കാം, പ്രശ്നങ്ങളിൽ പരസ്പരം പൊരുത്തപ്പെട്ട് നമുക്ക് വർത്തിക്കാം. പിന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് നീ അനന്തരം എടുക്കും, നീ മരിച്ചാൽ നിൻ്റെ സ്വത്ത് ഞാൻ അനന്തരം എടുക്കും. അങ്ങനെ എന്ത് ആയിരുന്നു ജാഹിലിയത്തിൽ എന്ത് ഹിൽഫ്. ഇസ്ലാമിൽ അതാണ് പാടില്ല എന്ന് പറയുന്നത്. അതാണ് ലാ ഹിൽഫ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ഹിൽഫില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെതിരിൽ വ്യവസ്ഥകൾ എഴുതിയിട്ട്, അതേപോലെ തന്നെ അനന്തരമെടുക്കും പരസ്പരം എന്ന നിലക്കുള്ള ഹിൽഫ് അത് ഇസ്ലാമിലില്ല. രണ്ടാൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം അന്യോന്യം സഹായിക്കാനും അതേപോലെ തന്നെ അന്യോന്യം പ്രശ്നങ്ങൾ കൈകാര്യമൊക്കെ ചെയ്യാൻ നമുക്ക് സത്യം ചെയ്ത് ഹിൽഫിലാകാം. പക്ഷെ എന്ത് പാടുള്ളതല്ല, ഞാൻ മരിച്ചാൽ നീ എന്നെ അനന്തരം എടുക്കണം, നീ മരിച്ചാൽ ഞാൻ നിന്നെ അനന്തരം എടുക്കണം, അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. അനന്തര സ്വത്തായിരിക്കുള്ളതാണ്. അതൊരാൾ മരിച്ചാൽ അയാളുടെ ശേഷക്കാർക്കുള്ള വിഷയമാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ ഈ ഹിൽഫുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം. ജാഹിലിയത്തിലേ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദായിൽ പറയുന്നുണ്ട്, വഹിൽഫുൽ ജാഹിലിയത്തി മഷ്ദൂദുൻ. ഹിൽഫുൽ ജാഹിലിയത്തി മഷ്ദൂദ് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഹിൽഫുകൾ അത് മഷ്ദൂദൻ, ദീനിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. നമ്മുടെ ദീനിൽ അതിനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറുൽ ജാഹിലിയത്തി തഹ്ത ഖദമി എന്ന് പറയുന്നുണ്ട്. ജാഹിലിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കാൽ ചുവട്ടിലാണെന്ന് പറയുന്നുണ്ട്. ഒക്കെ തമസ്കരിക്കുന്നുണ്ട്. ജാഹിലിയത്തിലുണ്ടായിരുന്ന എല്ലാ പിന്നെ അന്യാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അക്രമങ്ങളൊക്കെ റസൂലുള്ള കാൽ ചുവട്ടിൽ അതിനെ തമസ്കരിക്കുന്നുണ്ട്. ഇനി അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഹിൽഫുൽ ജാഹിലിയത്ത് അത് മഷ്ദൂദുൻ. എന്താ അത് ഇസ്ലാം അതിനെ ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഹിൽഫിനെ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയമാണ് ഇവിടെ ഉദ്ദേശം. വമവാലീക്കും എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മൗലന്മാരാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ സത്യം ചെയ്ത് സാഹോദര്യം ഉറപ്പിച്ചവർ എന്നുള്ളതാണ്. സത്യം ചെയ്ത് സാഹോദര്യം ഉറപ്പിച്ചവർ എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ തേട്ടം. മനസ്സിലായി? നമ്മൾ ഈ പ്രയോഗങ്ങൾ ഇഖ്വാനുക്കും ഫിദ്ദീൻ അതേപോലെ മവാലീക്കും ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ അന്നത്തെ ഈ രാഷ്ട്രീയ സാമൂഹിക അല്ലെങ്കിൽ സാമുദായിക ഒക്കെ പിന്നെ ചുറ്റുപാടുകളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇസ്ലാമിൽ ഹിൽഫില്ല എന്ന് പറഞ്ഞത് എന്താണ്? ദീനിന് നിരക്കാത്ത വ്യവസ്ഥകൾ, അതേപോലെ തന്നെ ഈ മക്കളെയും ഭാര്യനെയും അതേപോലെ തന്നെ കുടുംബങ്ങളൊക്കെ വിഗണിച്ചു കൊണ്ടുള്ള ഈ അനന്തര സ്വത്ത് എടുക്കൽ. പക്ഷേ ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായി ഹിൽഫിലായി. ഇപ്പം ഇന്ന് എന്ന് പറയാം, ഇതിലൊരാൾ അല്ലെങ്കിൽ രണ്ട് പേർ അവർക്ക് അനന്തരാവകാശികൾ ആരുമില്ല എന്ന് വെക്കുക. അപ്പോഴോ രണ്ടാൾക്കും അനന്തരാവകാശികളില്ലെങ്കിൽ ആരും അനന്തരം എടുക്കാനില്ല. അങ്ങനെയുള്ളവരാണ് ഹിൽഫിലാവുന്നതെങ്കിൽ അങ്ങനെ തൽക്കാനുള്ള ചിലപ്പോൾ ഇത് വേണ്ടി വരിക. തന്നെ സഹായിക്കാൻ ഒരാൾ തൻ്റെ വിഷയത്തിൽ ചിന്തിക്കുക. അങ്ങനെ ഈ അനന്തരാവകാശികളില്ലെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെ അനന്തരം എടുക്കാം എന്ന പേരിൽ വ്യവസ്ഥ ആകാം. പല ഫുഖാക്കളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആകാം. ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അനന്തരം എടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് നീ എന്നെ അനന്തരം എടുക്കണം. നീ മരിച്ചാൽ ഞാൻ നിന്നെ അനന്തരം എടുക്കും, കാരണം നിനക്ക് അനന്തരാവകാശികൾ ആരുമില്ല എന്ന നിലക്ക് അനന്തരം എടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പരസ്പരം സഹായിക്കുന്ന വിഷയത്തിലാണ്. അപ്പോൾ ഇസ്ലാമിക സാഹോദര്യം അത് മുആഖാത്തുണ്ട്, മുവാലാത്തുണ്ട്. മുവാലാത്ത് എന്ന് പറയുമ്പോൾ മുവാലാത്ത് ഹിൽഫിൻ്റെ മുവാലാത്താണ്. മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് മുവാലാത്ത്. അതെന്താ? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അത് ഇസ്ലാമിൽ മറ്റൊരു വിഷയമാണ്. അത് ഏറെ സുന്ദരമായിട്ടുള്ളൊരു വിഷയമാണ്. പൂർവ്വകാല മതങ്ങളിലൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു വിഷയമാണ് ഈ മുവാലാത്ത്. ഇത്ഖിൻ്റെ മുവാലാത്ത്. അതെന്താ? ഇത്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അടിമമോചനമല്ലേ? അടിമമോചനം. ഇത്ഖു റഖബ എന്ന് പറഞ്ഞേ അടിമമോചനം. അതിൽ ഇസ്ലാം എപ്പോഴാണ് അടിമകളുണ്ടാകുക? യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാണ്. ഇസ്ലാമിൽ ഒരിക്കലും ഒരു സ്വതന്ത്രനെ പിടിച്ചിട്ട് അടിമയാണ് എന്നോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ ആക്രമിച്ചിട്ട് ഇപ്പോൾ ജാഹിലിയത്തിലൊക്കെ ഉണ്ടല്ലോ അതല്ലേ. ഇപ്പോൾ സുഹൈബിന് റൂമി അടിമയായത് എങ്ങനെ?
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല സെയ്ദ് അടിമയായത് എങ്ങനെ? അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ അടിമകൾ ഒരു നാടിനെ ആക്രമിക്കാണ് പോയിട്ട്, എന്നിട്ട് അവിടെയുള്ള ആണിനും പെണ്ണിനെയൊക്കെ പിടിച്ചുകൊണ്ട് എന്നിട്ട് അടിമകളാക്കുക, എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക, കുട്ടികളെ പിടിക്കുക, കൊണ്ടുപോയി വിൽക്കുക. ഇങ്ങനെയാണ് ഇസ്ലാം അത് കടുത്ത ഭാഷയിലാണ് എതിർത്തത്. പിന്നെ കൊള്ളയടിച്ചും മറ്റൊക്കെ വഴിയാത്രികരെയൊക്കെ ആക്രമിച്ചൊക്കെ പിടികൂടിയിട്ട് കൊണ്ടുപോയിട്ട് വിൽക്കുക, അടിമകളായിട്ട് വിൽക്കുക. അങ്ങനെയായിരുന്നു ജാഹിലിയത്തിൽ. അത് പിന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ സാഹചര്യം മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്ലാം അതൊക്കെ കടുത്ത ഭാഷയിൽ എതിർത്തു. പിന്നെ ഈ അടിമകൾ വരുന്ന വിഷയം യുദ്ധമാണ്. യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവർ അടിമകളാണ്. ഈ അടിമകളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത്, യുദ്ധബന്ദികളൊക്കെ എന്താ, യുദ്ധബന്ദികൾ ആരാണ് അവരെ ബന്ദികളാക്കിയത്? അവരുടെ അടിമകളായിട്ട് നമ്മളെങ്ങനെ അടിമകളുടെ ചരിത്രം വായിക്കുന്നത് ഹിസ്റ്ററിയിലൊക്കെ, ചരിത്രത്തിൽ അടിമകളെന്നും കഴുത്തിൽ ചങ്ങല, കാലിൽ ചങ്ങല, അല്ലേ, കാലികളെപ്പോലെ വേല ചെയ്യുന്നവർ, ഇങ്ങനെയാണ്. കാരണം എന്താ? അടിമകളായി പിടിക്കപ്പെട്ടവരാണ്. യുദ്ധത്തിൽ തോറ്റവരെ പിടികൂടപ്പെട്ടു. ഒന്നുകിൽ അവരൊന്നായിട്ട് കൊല്ലലായിരുന്നു പതിവ്, അടിമകളെ ബന്ദികളെ കൊല്ലുക. അതല്ല നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും ജനവിഭാഗങ്ങളിലും അതായിരുന്നു പതിവ്, അടിമകളായി പിടിക്കുക, അവരെ കശാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അവരെ അടിമകളാക്കി നിലനിർത്തിയിട്ട് ആരാണോ ഇവരെ അടിമകളാക്കി പിടിച്ചിട്ട് അവർക്ക് കിട്ടിയത് അവരുടെ വീടുകളിൽ കാലികളെപ്പോലെ ജോലി ചെയ്യാം. കാലുകളിൽ ബന്ധനം, കൈകളിൽ ബന്ധനം, ഇങ്ങനെ ജോലി ഇതാണ് നമ്മൾ അടിമകളുടെ ചരിത്രം വായിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ അതാണ്, ഇസ്ലാമിൽ ഈ അടിമകളായി പിടിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ അടിമമോചനം അത് ഇസ്ലാം വലിയ പുണ്യാക്കി. പിന്നെ പ്രായശ്ചിത്തം അടിമമോചനാക്കി. പല വകുപ്പുകൾ അടിമമോചനത്തിലുള്ളത് ഇസ്ലാമിൽ നിശ്ചയിക്കുന്ന അവസ്ഥ ഉണ്ടായി. പിന്നൊരു വിഷയം അതേപോലെയുള്ളതാണ് ഈ ഇത്ഖിൻ്റെ വിഷയം. അടിമകളെ ഇസ്ലാമിൽ ആരാണ് അവരുടെ യജമാനന്മാർ? അവർ മോചിപ്പിക്കുക, അടിമകളെ സ്വതന്ത്രരാക്കുക. എന്നിട്ട് ആ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുമായിട്ടുള്ള മുവാലാത്ത് ബന്ധം, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ വലാഉ ലുഹ്മത്തുൻ കലുഹ്മത്തിൻ നസബി എന്നാണ്. അൽ വലാഉ വലാഉ ലുഹ്മത്തുൻ, ലുഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സുദൃഢ ബന്ധമാണ്. കലുഹ്മത്തിൻ നസബി, കുടുംബ ബന്ധം പോലെ. ലുഹ്മത്ത് ഇതാണ് റസൂലുള്ളാഹിൻ്റെ പ്രയോഗം. അൽ വലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമ മോചനം നടത്തി. ഒരു യജമാനൻ തൻ്റെ അടിമയെ മോചിപ്പിച്ചു, സ്വതന്ത്രമാക്കി. സ്വതന്ത്രമാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഈ സ്വതന്ത്രമാക്കപ്പെട്ട അടിമക്ക് ആരാ? അടിമക്ക് ഈ ഉടമ തന്നെയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആണ് ഇത്. പിന്നെ വലാ, അടിമനെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് കലുഹ്മത്തിൻ നസബി എന്നാണ്. രക്തബന്ധം പോലെ, കുടുംബ ബന്ധം പോലുള്ള ഒരു ബന്ധമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വാപ്പാനോടുള്ള ബന്ധം, ഒരു വ്യക്തിക്ക് മകനോടുള്ള ബന്ധം, മകളോടുള്ള ബന്ധം, ഇതേപോലെയുള്ളൊരു ബന്ധം തന്നെ നിലനിൽക്കും. എപ്പോൾ അടിമനെ മോചിപ്പിച്ചാലും ആ അടിമയുമായി ബന്ധപ്പെട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൗലന്മാർ ആരാണോ അവരെ മോചിപ്പിച്ചത് അവരിൽപ്പെട്ടവൻ തന്നെയാണ്. മിൻ അൻഫുസിഹിം എന്നാണ്. ആരാണ് മോചിപ്പിച്ചത് അവരിൽ ഒരു അംഗം തന്നെയാണ് ആര്? ഈ മോചിപ്പിക്കപ്പെട്ട അടിമയും. അപ്പോൾ അത് ഏത് വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ മൗല, യജമാനനും മൗല എന്ന് പറയും, അടിമക്കും മൗല എന്ന് പറയും. നമ്മൾ അതിൻ്റെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടി രണ്ടിനും മൗല ഇതല്ല. ഒരു സയ്യിദ്, ഒരു മൗല. ഇത് മോചിപ്പിക്കപ്പെട്ട അടിമയാണ്, ഇത് സയ്യിദ് മോചിപ്പിക്കപ്പെട്ട ആളാണ്. ഈ സയ്യിദ് ഈ മൗലയെ മോചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഈ സയ്യിദ് ഈ മൗലയെ അനന്തരം എടുക്കുന്ന വിഷയമുണ്ട്. പിന്നെ ഇവിടെ ഈ മോചിപ്പിക്കപ്പെട്ടതൊരു പെണ്ണാണ് എങ്കിൽ മനസ്സിലല്ലേ, ഈ സയ്യിദാണ് പിന്നെ വിലായത്തു നിക്കാഹ്. ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഒരു വലിയ വേണമല്ലോ, അതാരാണ്? ഈ സയ്യിദാണ്. അതേപോലെ തന്നെ ഈ മോചിപ്പിക്കപ്പെട്ട അടിമയിൽ നിന്ന് ഞാൻ അടിമ അറിയാൻ പറ്റില്ല, മൗല അയാളിൽ നിന്നൊരു തെറ്റ് വന്നു. അപ്പോൾ അയാൾ ഒരാളെ കൊന്നു എന്ന് വെക്കുക, അള്ളാഹു നമുക്കാക്കട്ടെ, ഒരാളെ കൊന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ അയാൾ ഒരാളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് വെക്കട്ടെ. ഇസ്ലാമിക ശിക്ഷാ കോടതിൻ്റെയെങ്കിൽ അതിന് പ്രതിക്രിയല്ലേ, അല്ലെങ്കിൽ ദായധനം നൽകണം, ദിയ നൽകണം. അതിനെ കവത് എന്നും ദിയ എന്ന് പറയാം. ആരെ ഈ ബ്ലഡ് മണി നൽകേണ്ടത്? ഈ സയ്യിദാണ് നൽകേണ്ടത്. തൻ്റെ മകനിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ വാപ്പ കൊടുക്കേണ്ടത് പോലെ മൗലയുടേത് കൊടുക്കേണ്ടത് ആരാണ്? സയ്യിദാണ്. അപ്പോൾ ഈ ഇർസ്, അതേപോലെ വിലായത്ത്, അതേപോലെ തന്നെ ദിയത്ത്,
ഇതേപോലെ തന്നെ ഇനി ഈ സയ്യിദ് മരിച്ചു എന്ന് വെക്കുക, സയ്യിദ് മരിച്ച് ഒരു വാപ്പ മരിച്ച ആരാ മയ്യത്ത് നിസ്കരിക്കുക? മകനല്ലേ. അതേപോലെ സയ്യിദ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൗലക്ക് എന്ത് ചെയ്യാം? പിന്നെ ജനാസ നിസ്കരിക്കാം, ജനാസ നിസ്കരിക്കാം. ഇവിടെ കേസ് എന്താ? കേസ് ഒരടിമ ഒരാളുടെ കീഴിൽ വന്നു, യുദ്ധം നടന്നു, യുദ്ധത്തിൽ ആളുകൾ പിടിക്കപ്പെട്ടു, യുദ്ധസ്വത്ത് ഓഹരി വെച്ചപ്പോൾ ഈ അടിമകൾ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കീഴിൽ കുറേ അടിമകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അടിമകളെ മോചിപ്പിക്കുക. മോചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മോചിപ്പിച്ചതിന് ശേഷം ഈ അടിമയുമായിട്ടുള്ള ബന്ധം, അതാണ് മുവാലാത്ത് ഇത്ഖ്, അടിമയുമായിട്ടുള്ള സയ്യിദിൻ്റെ ബന്ധം അത് തുടരും. എങ്ങനെ തുടരും? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ വലാഉ ലുഹ്മത്തുൻ, ഈ ബന്ധം സയ്യിദും മൗലയും തമ്മിലുള്ളതായി ഈ ബന്ധം അത് കലുഹ്മത്തിൻ നസബി എന്നാണ്, രക്തബന്ധം പോലെയുള്ള ബന്ധമാണെന്നാണ്. രക്തബന്ധം പോലെയുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൗലയോട് അയാളെ മോചിപ്പിച്ചാലും മക്കളോടെന്ന പോലെ, സഹോദരങ്ങളോടെന്ന പോലെ വർത്തിക്കണം എന്നുള്ളതാണ്. ആര് വർത്തിക്കണം? ഈ സയ്യിദ് വർത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മൗല മരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾ, അയാൾക്ക് ആരുമില്ല, ആരയാളുടെ സ്വത്ത് അനന്തരം എടുക്കുക? ഈ സയ്യിദാണ്. ഇനി മൗലക്ക് അനന്തരം എടുക്കാൻ ആളുണ്ട് എങ്കിൽ, മനസ്സിലായി, ഒരു മൗല മരിച്ചു, അയാൾക്ക് അനന്തരം എടുക്കാൻ അയാളുടെ സയ്യിദേ ഉള്ളൂ എങ്കിൽ ഈ മൗലയെ ആരാണ് അനന്തരം എടുക്കുക? ഈ സയ്യിദാണ് അയാൾ മരിച്ചാൽ അനന്തരം എടുക്കുക. കാരണം ഇയാൾ അടിമയായിരുന്നു, അടിമ ചന്തയിൽ പോകേണ്ട ആളാണ്. പക്ഷേ അയാളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരാണ്? ഈ സയ്യിദാണ്. അതുകൊണ്ട് ഈ മൗലയോട് കടപ്പെട്ടത് ആരാണ്? ഈ സയ്യിദാണ്. അതുകൊണ്ട് ഈ മൗല മരിച്ചിട്ടുണ്ടെങ്കിൽ സയ്യിദിനാണ് ഇയാളുടെ സ്വത്ത്. ഇനി ഈ മൗലക്ക് സ്വത്ത് അനന്തരം എടുക്കാൻ ആളുകളുണ്ട് എങ്കിൽ, ആളുകളുണ്ട് എങ്കിൽ മനസ്സിലായി, അപ്പം സ്വത്തായിരിക്കാം അവർക്കാണ്, ആർക്കില്ല? അപ്പം സയ്യിദിനില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ഉമാറ, നമുക്കറിയാം ഹംസ റളിയല്ലാഹു തആല ആകെ ഒരു മകളേ ഉള്ളൂ. കാരണം ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി. അപ്പോൾ ഭാര്യ സൽമ ബിന്തു ഉമൈസ് ഗർഭിണിയായിരുന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായതിൽ പിന്നെയാണ് പ്രസവം നടത്തുന്നത് ഒരു കുട്ടി ഉമാറ. ഈ ഉമാറ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഈ ഉമാർ എന്ത് ചെയ്തിരുന്നു? ഒരു അടിമയെ മോചിപ്പിച്ചിരുന്നു. ഉമാറ മോചിപ്പിച്ച ഈ അടിമ, അതിനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചിട്ട് അതിനൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ അടിമ മരിച്ചു. അപ്പം മരിച്ചപ്പോൾ ഇവിടെ ആ അടിമക്കാരുണ്ട്, അതിൻ്റെ സയ്യിദത്തുണ്ട്. ആരാ സയ്യിദത്ത്? ഹംസയുടെ മകൾ. പിന്നെ ഈ മൗലക്കാരുണ്ട്, പറയും അനന്തരം എടുക്കാൻ ആരുണ്ട്? ഒരു മകളുണ്ട്. നിങ്ങൾ ഇവിടെ അല്ലേ? ഇത് നമ്മളുടെ ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. ഇതെത്ര സുന്ദരാണ് ഈ അടിമകളുടെയൊക്കെ വിഷയത്തിൽ. ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മളിതിൻ്റെ വക്ക് കടിച്ചേ പോകണുള്ളൂ. എത്ര സുന്ദരമായൊരു ആദർശമാണ് ഇസ്ലാം ലോകത്തിന് പിന്നെ കാഴ്ചവെച്ചത് ഈ അടിമകളുടെയൊക്കെ വിഷയത്തിൽ. അപ്പോൾ ഹംസ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ മോചിപ്പിച്ച അടിമ മരിച്ചപ്പോൾ അതിനൊരു മകളാണുള്ളത് സ്വത്ത് അനന്തരം എടുക്കാൻ. പിന്നെ മോചിപ്പിച്ച മഹദി ഉമാറയാണുള്ളത്. അപ്പോൾ ഈ സ്വത്ത് ഉണ്ടല്ലോ, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മകൾ മാത്രമാണുള്ളെങ്കിൽ സ്വത്ത് വരി എത്രയാണ്? 2/1, പകുതിയാണ് അല്ലേ? പിന്നെ ശേഷിക്കുന്നത് എത്രയാണ്? 2/1 അല്ലേ? പകുതിയാണ്. അപ്പോൾ ഈ മൗലയുടെ സ്വത്ത് മരിച്ചപ്പോൾ ഈ മൗലയുടെ മകൾക്ക് പകുതിയും ബാക്കി ആർക്കാണ്? മോചിപ്പിച്ച യജമാനത്തിക്കാണ്. ഇതാണ് പിന്നെ അനന്തരത്തിൻ്റെ വിഷയത്തിലുള്ളത്. മൗല അയാൾ അനന്തരമെടുക്കാൻ ആരുമില്ല എങ്കിൽ അയാളുടെ സ്വത്ത് ആർക്ക് പോകും? മോചിപ്പിച്ച യജമാനന് പോകും. ഇനി അനന്തരം എടുക്കാൻ ആളുണ്ട് എങ്കിൽ അനന്തരാവകാശികൾക്ക് പോകും. ഇപ്പോൾ ഇവിടെ മൗല മരിച്ച് യജമാനത്തിണ്ട്, മകളുണ്ട്, മകനും ഉണ്ട് എങ്കിൽ മകളും മുഴുവൻ സ്വത്ത് എടുക്കും. അപ്പോൾ യജമാനത്തേക്ക് ഉണ്ടാവില്ല. ഒരു വ്യക്തി തൻ്റെ കീഴിലുള്ള അടിമയെ മോചിപ്പിച്ചാൽ താൻ മോചിപ്പിച്ച അടിമയും താനും തമ്മിലുള്ള ആ ബന്ധം അത് രക്തബന്ധം പോലെ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രക്തബന്ധം പോലെ തുടരും എന്നുള്ളതാണ്. പിന്നെ ഇർസ്, വിലായത്ത്, ദിയത്ത്, അതേപോലെ മരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം പോലുള്ളതൊക്കെ അതിൽ പിന്നെ ആ വിലായത്തിൽ ഉള്ള വിഷയമാണ്. ഇവ തമ്മിലുള്ള ബന്ധങ്ങളാണ്. ഇവിടെ സായിബത്ത് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്.
അടിമ മോചനവുമായി ബന്ധപ്പെട്ട സായിബത്ത്. ഒരു സയ്യിദ് തൻ്റെ അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തമ്മിലുള്ള ബന്ധം നിലനിൽക്കും. ഈ അടിമ മരിക്കുവോളം അടിമൻ്റെ സയ്യിദ് അടിമയായിട്ട് ബന്ധപ്പെടും. അടിമ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വത്ത് അനന്തരം എടുക്കുന്നത് വരേക്കും എന്ത് ചെയ്യും, ബന്ധം നിലനിൽക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ഈ അടിമ മറ്റൊരാൾക്ക് പോയാലും മറ്റൊരാൾക്ക് എന്ത് ചെയ്തു, പിന്നെ ദാനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കപ്പെട്ടു എന്നൊക്കെ, എന്നാലും അയാളുടെ കയ്യിൽ കടന്നിട്ടാണ് ഈ അടിമ മരിക്കുന്നതെങ്കിലും ആരാണ് മോചിപ്പിച്ചത് അയാൾക്കായിരിക്കും വലാഹ്. വലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിമയുടെ സ്വത്ത് അയാൾ അനന്തരം എടുക്കാൻ ആളില്ല എങ്കിൽ സ്വത്ത് ഓഹരി പോവുക, മോചിപ്പിച്ച ആൾക്കായിരിക്കും. പറഞ്ഞാൽ അതൊരു സുദൃഢ ബന്ധമാണ്. അതുകൊണ്ട് നോക്കി നിങ്ങൾ ഇസ്ലാമിൽ നമ്മൾ പല പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര ഫുഖാക്കളാകട്ടെ ഹദീസ് പണ്ഡിതന്മാരാകട്ടെ താബീയങ്ങളിലും മറ്റൊക്കെ പ്രശസ്തരായ ഖാദിമാരും മറ്റൊക്കെ അവരെക്കുറിച്ചൊക്കെ പറയൽ മൗലാഹു എന്നാണ് പറയുക. മൗലാഹു എന്താ മൗലാഹു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ച അടിമകളാണ് എങ്കിൽ ഈ മൗലനെ പറയൽ മൗല. പിന്നെ ഈ മോചിപ്പിച്ച ഗോത്രം ഉണ്ടല്ലോ, അപ്പോൾ ബനൂ തൈം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം ബനൂ തൈം, ഇവരാണ് ഒരു അടിമയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവരിൽപ്പെട്ടവനാണ് ആര്, ആ അടിമ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു മോചിപ്പിച്ച ഒരു അടിമയെക്കുറിച്ച് പറയൽ അത്തൈമി എന്നായിരിക്കും. എന്താ പറയുക, തൈമി എന്നാണ് പറയുക. പറയുമ്പോൾ ഈ അടിമ തൈമിയാണോ, അതേതോ നാട്ടുകാരനാണ്. ബനൂ തൈം ഇയാളായിട്ട് ഒരു രക്തബന്ധമൊന്നുമില്ല, പിന്നെ ഏതൊരു നാട്ടുകാരനാണ്. പക്ഷേ ബന്ധം എന്ത് മാത്രമേ ഉള്ളൂ, ബനൂ തൈം ഇയാളെ മോചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മോചിപ്പിച്ച അടിമയെക്കുറിച്ചിട്ട് പറയും, അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ പറയും തൈമി. ഇപ്പോൾ ബിലാലിനെ മോചിപ്പിച്ചു, അബൂബക്കർ റളിയല്ലാഹു തആല തൈമിയാണ്, കാരണം ബനൂ തൈം ഗോത്രക്കാരനാണ്. ബിലാലിനെ കുറിച്ച് പറയും തൈമി എന്ന് പറയും. ബിലാൽ തൈമിയാണോ, അല്ല ബിലാൽ ഹബശക്കാരനാണ്. പക്ഷെ തൈമി എന്ന് പറഞ്ഞിട്ട് മൗലാഹു, തൈമി പറഞ്ഞിട്ട് മൗലാഹു, അവരുടെ മൗലയാണ് എന്നാണ്. കാരണം ഈ ബനൂ തൈമിൽ ഒരംഗമായി ആര് മോചിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഈ അടിമ നോക്കിയ നിങ്ങൾ, അതോടുകൂടി നമ്മൾ ഈ അടിമകളുടെ ചരിത്രത്തിൽ വായിക്കുന്ന ബന്ധനങ്ങളോ അടിമത്തത്തിൽ പണിയെടുത്ത് കാലം കഴിയുന്ന അതിൽ തീരുന്ന ഈ വിഷയമല്ല അടിമകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇസ്ലാമിൽ വായിക്കുന്നത് അടിമകൾ മൗലമാർ മുഹദ്ദിസുകളാണ്, മൗലമാർ ഫുഖഹാക്കളാണ്, മൗലമാർ ഖാദിമാരാണ്. പിന്നെ സുപ്രധാനങ്ങളായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഉപ്പാപ്പന്മാർ മൗലന്മാരാണ്. അറേബ്യൻ ഗോത്രങ്ങൾ മോചിപ്പിച്ചിട്ട് അവർ മൗലന്മാരാണ്. നോക്കിയ നിങ്ങൾ, അടിമകളുടെ ചരിത്രം നമ്മൾ മറ്റു സംസ്കാരങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളെ വായിക്കണില്ല. അതേസമയം ഈ ഒരു രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അടിമകൾ എന്ന ഒരു പിന്നെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ആ ഒരു ദുരവസ്ഥ ഒരിക്കലും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ തല ഉയർത്തി വലിയ മഹത്തുക്കളായ ഒരു വിഭാഗം ആളുകളെയാണ് ഈ അടിമകളിൽ നിന്ന് ഇസ്ലാം തീർക്കുകയുണ്ടായത് എന്നുള്ളതാണ്. ഇത് ഈ ഇത്ഖിൻ്റെ വിഷയമാണ്, അടിമമോചനത്തിൽ മനസ്സിലായില്ലേ, മൗലന്മാരുടെ വിഷയമാണ്. എന്നാൽ ചിലരെന്ത് ചെയ്യുന്നറിയോ, ചിലരെ യജമാനന്മാർ സായിബത്താക്കിയിട്ട് വിടും. സായിബത്താക്കി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമനെ കൊണ്ടുവരിക, എന്നിട്ട് എന്തേ ഇവൻ സായിബത്താണ് എന്ന് ലോകരോട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ സ്വതന്ത്രനെ പോലെ തന്നെയാണ്. പിന്നെ ആരുടെ കൂടെ ഉണ്ടാവില്ല, ഈ ഗോത്രക്കാരായിട്ട് ഉണ്ടാവില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവരായിട്ട് പിന്നെ എന്തില്ല, അനന്തരം എടുക്കാനുള്ള ആ ബന്ധമൊന്നുമില്ല. അടിമനെ കൊണ്ടുവരപ്പോൾ നമ്മൾ റയാഹി ഉണ്ടല്ലോ, നമ്മളുടെ താബി പണ്ഡിതന്മാരിൽ അബുൽ ആലിയ റയാഹി, അബുൽ ആലിയ താബി പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും മറ്റൊക്കെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവനാണ് അബുൽ ആലിയ റയാഹി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊരു യജമാനത്തിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. ഈ അബുൽ ആലിയെ കൈ പിടിച്ചുകൊണ്ടിട്ട് മസ്ജിദിൽ കൊണ്ടുവന്ന്, മസ്ജിദ് നബവിയിൽ മദീനയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഇയാൾ സായിബത്താണെന്ന്. സായിബത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീയാണ്, പൂർണ്ണ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇയാൾ എൻ്റെ മൗലയാണ് എന്ന രീതിയിൽ ഒരു പിന്നെ ബന്ധം നിലനിൽക്കുകയോ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അനന്തര സ്വത്ത് എനിക്ക് വരും വിധം അല്ലെങ്കിൽ എൻ്റെ ശേഷക്കാർക്ക് വരും വിധമുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. ഇയാൾ എന്താണ്, തീർത്തും ഫ്രീ ആണ്. അങ്ങനെ വിടും, അതും ഇസ്ലാമിലുണ്ട്. അങ്ങനെ വിടുന്നതും ഇസ്ലാമിലുണ്ട്. അതിനാണ് സായിബത്ത് എന്ന് പറയുക, സായിബയാക്കിയിട്ട് വിടുക എന്നുള്ളത്.
ഒരു വലിയ മസ്അലയാണ്. നമ്മൾ വളരെ സുന്ദരമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ അടിമകളുമായി ബന്ധപ്പെട്ടുള്ളതായ നമ്മുടെ വിഷയം. ഞാനതിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫൈലം തഅലമു ആബാഅഹും ഫഇഖ്വാനുക്കും ഫിദ്ദീനി വമവാലീക്കും, ഇവിടെ മുആഖാത്ത് സഹോദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇവിടെ മുവാലാത്തിനെ കുറിച്ചാണ് പറയുന്നത്. മുവാലാത്ത് എന്ന് പറഞ്ഞെങ്കിൽ സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു സുഹൃബന്ധമാണ്. അതിൻ്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ഇസ്ലാമിലുണ്ട്. ഇസ്ലാം ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ ജാഹിലിയത്തിൽ ചില ഈ അനന്തര സ്വത്ത് കൊടുക്കുക തുടങ്ങിയ രീതിയിലുള്ളതായ മുവാലാത്ത് ഉണ്ടായിരുന്നു. അതാണ് ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ ഇങ്ങനെ സാഹോദര്യം സ്ഥാപിക്കൽ നമ്മുടെ ദീനിൽ പറഞ്ഞതാണ്. പിന്നെ മുവാലാത്ത് ഇത് അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മുവാലാത്ത് ഹിൽഫാണ്. വമവാലീക്കും എന്നുള്ളിടത്ത് എന്തല്ല, മുവാലാത്ത് ഇത്ഖ അല്ല. ഇത് വേറൊരു വിഷയമാണ്. ചിലപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഈ സൂറത്തു അഹ്സാബിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ കുറേ മസലകളാണ്. ഇതിലെല്ലാ വിഷയങ്ങളും വരും. നമ്മൾ കുറേ ചിലയിടത്തൊക്കെ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് തന്നെ പോകേണ്ടി വരും ഇത് പഠിച്ചു പോകാൻ. അവിടെ പിന്നെ ഇനി അമുസ്ലിമീങ്ങളാണെങ്കിലും ഇങ്ങനെ ബന്ധമുണ്ടാവും. ഈ പറഞ്ഞപ്പെട്ട രീതിയിലുള്ള ബന്ധങ്ങളുണ്ടാവും. അവിടെ പിന്നെ നിസ്കാരത്തിനൊന്നും വിഷയം വരില്ല, മറ്റ് ബന്ധങ്ങളുണ്ടാവും. അത് അമുസ്ലിം ആണെങ്കിലും ശരി, അമുസ്ലിമായ ഒരു മൗലയാണ്. അയാളിൽ നിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സയ്യിദ് അതിൻ്റെ ബ്ലഡ് മണി കാര്യങ്ങളൊക്കെ അയാളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അയാളുടെ ഗോത്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിഷയം പലപ്പോഴും ഇത് പല ആളുകൾക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ തീർത്തും അജ്ഞമാണ്. അതുകൊണ്ടാണ് ഈ അടിമത്ത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വെറുതെ ഈ ചില എമുക്കളും മാപ്രകളൊക്കെ ഇങ്ങനെ പറയുന്നതിലൊക്കെ പല മുസ്ലിമീങ്ങളും ചതിക്കപ്പെടുന്നത്. കാരണം ഇസ്ലാമികമായിട്ട് എന്താണത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ച, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ചരിത്രം മനസ്സിലാക്കിയിട്ട് ഈ വിഷയം ഇസ്ലാം കൈകാര്യം ചെയ്തത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൊക്കെ വീഴ്ചയാണ് ഇതിൻ്റെയൊക്കെ കാരണം. പല മുസ്ലിമീങ്ങൾക്കും ഇസ്ലാം എന്ത് എന്നുള്ളത് ഇത്തരം വിഷയങ്ങളിൽ തീർത്തും അജ്ഞമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഈ തൽപര കക്ഷിക്കാരുടെ കെണിയിലൊക്കെ വീണു പോകുന്നത്. വളരെ സുന്ദരമായി ഇസ്ലാം സ്ഥാപിച്ചെടുത്ത ഒരു ആദർശം, സുന്ദരമായൊരു പൈതൃകം, അത് പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്. അലാ കുല്ലി ഫഇഖ്വാനുക്കും ഫിദ്ദീനി വമവാലീക്കും വലൈസ അലൈക്കും ജുനാഹും ഫീമാ അഖ്തഅ്തും ബിഹി വലാകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും. നമ്മളിത് പറഞ്ഞതാണ്. എന്താണ് ഖതഅ്, എന്താണ് അംദ്? ഖതഅ് എന്ന് പറഞ്ഞാൽ അബദ്ധം, അംദ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം, സ്വബോധത്തോടു കൂടി ചെയ്യുന്നതായ തെറ്റുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അബദ്ധത്തിൽ ചെയ്തതെന്തോ അതൊന്നും അള്ളാഹു അത് കുറ്റമായി രേഖപ്പെടുത്തുകയോ അതിൽ ശിക്ഷ വിധിക്കുകയോ ഇല്ല. എന്നാൽ കൽബിൽ ഉറപ്പിച്ച് മനഃപൂർവ്വം ചെയ്തതാണ് എങ്കിൽ അതിലാണ് അള്ളാഹു കുറ്റവും ശിക്ഷയും വിധിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുത്ര സമ്പ്രദായത്തിൽ കുറേ മക്കളെ സൃഷ്ടിച്ച വിഷയമുണ്ടല്ലോ, അതൊക്കെ നിലകളിൽ വന്നതാണ്, വീഴ്ചകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കും. അത് ഇപ്പം അതിൽ മാത്രം പരിമിതമല്ല. പിന്നെ ഫീമാ അഖ്തഅ്തും ബിഹി, അബദ്ധത്തിൽ വന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കുറ്റമോ ശിക്ഷയോ വിധിക്കൂല എന്നുള്ളതാണ്. ഏതായാലും വക്കാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്താ വക്കാന അല്ലാഹു ഗഫൂറർ റഹീമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു ഗഫൂറാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മായിക്കുന്നവനും മാപ്പാക്കുന്നവനും. ഗഫൂർ ഫഊൽ വസ്നാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. ഏറ്റവും നന്നായി പാപം പൊറുക്കുന്നവൻ, മാപ്പാക്കുന്നവൻ. ഖാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാ അല്ലയോ? ആയിരുന്നു എന്നല്ല, ഖാന എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. അള്ളാഹു ഇന്നലെയിലായിരുന്നു, ഇന്നാണ്. അള്ളാഹു അങ്ങനെയാണ്. വക്കാന അല്ലാഹു, അള്ളാഹു ആകുന്നു ഗഫൂറൻ, പാപങ്ങൾ മായിക്കുന്നവനും മാപ്പാക്കുന്നവനും. ഒപ്പം റഹീമൻ, എന്താ കരുണ കനിയുന്നവൻ. പാപങ്ങൾ മാപ്പാക്കുക എന്നുള്ളത് അല്ലേ നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുക, അയാളെ തൊട്ടത് മറക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കരുണ കനിയുകയും ചെയ്തു. ആർക്ക്? ഈ തെറ്റ് ചെയ്തവർക്ക്. അത് വലിയൊരു മക്കാമല്ലേ. ഇപ്പം നമ്മൾ ചില രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ചിലരുണ്ടല്ലോ, അവർക്ക് നേരെ വന്ന തെറ്റുകളിൽ മാപ്പ് കൊടുക്കും, എന്നിട്ട് പിന്നെ ഒപ്പം ഔദാര്യവും ചെയ്യും. അത് വലിയ കാര്യമായിട്ടാണ് ചിത്രീകരിക്കുക. ഇപ്പോൾ ഒരു ഖലീഫ, ആ ഖലീഫക്ക്
അയാളുടെ ആ ഖലീഫയുടെ സേവക ജാരിയത്ത് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒന്നുണ്ടാക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ചിന്തി ഈ കൈ പൊള്ളി, രാജാവിൻ്റെ കൈ പൊള്ളി ചൂടുവെള്ളം ചിന്തിയിട്ട്. അപ്പോൾ ഉടനെ ആ സ്ത്രീ പറയാണ്, പിന്നെ അള്ളാഹു പറഞ്ഞിട്ട് വൽ കാദിമീൻ അൽ ഗൈദ്. കാദിമീൻ അൽ ഗൈദ് എന്ന് പറഞ്ഞാൽ എന്താ? കോപം അടക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അവർ മുത്തഖീങ്ങളിൽപ്പെട്ടവരാണ്, അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീ ഓതി എന്നാണ് വൽ കാദിമീൻ അൽ ഗൈദ്, കോപം അടക്കുന്നവർ. അപ്പോൾ ഉടനെ അത് കേട്ടപ്പോൾ അദ്ദേഹം കോപം അടക്കുകയാണ്, ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിൻ്റെ തുടർച്ച ഓതാണ് വൽ ആഫീൻ അനിന്നാസ്. വൽ കാദിമീൻ അൽ ഗൈദ് വൽ ആഫീൻ അനിന്നാസ് എന്നാണ് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ എന്നാണ്. അതെന്തിനാ പറഞ്ഞത്? ഒരാൾ കോപം അടക്കിയിട്ടുണ്ടെങ്കിലും എന്തുണ്ട്, ഈ പ്രതിക്രിയ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പറയാണ് അഫൗതു അൻക്, ഞാൻ മാപ്പ് നൽകി എന്ന് പറയാണ്. അപ്പോൾ അടുത്ത ഭാഗം ഇതാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. അപ്പോൾ പറയാണ് നീ എൻ്റെ അടിമയാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, നീ സ്വതന്ത്രയാണ് എന്ന് പറയണം. അതാണ് മാപ്പും കൊടുത്ത് പിന്നെ റഹ്മത്തും സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതുണ്ടല്ലോ, വലിയ കാര്യമായിട്ടല്ലേ പറയാം. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പലപ്പോഴും പറയുന്നൊരു ചരിത്രമാണ് ഈ അൽ വസീർ യഹ്യ ഇബ്നു ഹുബൈറ. യഹ്യ ഇബ്നു ഹുബൈറ അൽ വസീർ എന്ന പേരിൽ പ്രസിദ്ധനാണ്, മന്ത്രി. അദ്ദേഹം മന്ത്രിയായിരുന്നു, പക്ഷേ വലിയ പണ്ഡിതനായിരുന്നു. മന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹം 10 വാള്യമുള്ള അൽ ഇഫ്സാഹ് എന്ന് പറയുന്ന രചന, അൽ ഇഫ്സാഹു അൻ മആനി സിഹാഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് 10 വാള്യാണ് ഇമാം ദഹബി പറയുന്നത്. അൽ വസീർ ഇബ്നു ഹുബൈറ ഹിജ്റയുടെ 499 അദ്ദേഹത്തിൻ്റെ ജനനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം. ആ കാലഘട്ടത്തിൽ അബ്ബാസി ഖിലാഫത്തിൽ യഹ്യ ഇബ്നു ഹുബൈറ, അദ്ദേഹം അൽ വസീർ, അദ്ദേഹം വലിയ ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. ഉറുദുണിക്ക് മറുതുണി ഇല്ലാത്തവരത്തു നിന്ന് എഴുന്നേറ്റ് നിന്നാണ്. പിന്നെ അദ്ദേഹം പഠനത്തിൽ ശ്രദ്ധിച്ചത് കാരണത്താൽ അദ്ദേഹം വലിയ പണ്ഡിതനായി. ഒപ്പം അദ്ദേഹം അൽ വസീർ, മന്ത്രിയായി. മന്ത്രിയായിരിക്കെ അദ്ദേഹം രചന നടത്തിയതാണ് അൽ ഇഫ്സാഹ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയും ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമും ഷറഹ് എഴുതാനാണ് തുടങ്ങിയത്. ഷറഹ് എഴുതാൻ തുടങ്ങി. അങ്ങനെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിന് വിശദീകരണം എഴുതവേ അദ്ദേഹം എന്ത് ചെയ്തു, ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഐക്യങ്ങളും രചിച്ചു, ക്രോഡീകരിച്ചു. സംഭവം ഹദീസിന് ഷറഹാണ് തുടങ്ങിയത്. പക്ഷേ അദ്ദേഹം ഈ ഹദീസിന് ഷറഹ് എഴുതിയപ്പോൾ എന്ത് ചെയ്തു, അത് 4 മദ്ഹബിൻ്റെ ഇമാമുകൾ വിശിഷ്യ അവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലകളും അഭിപ്രായ ഐക്യമുള്ള മസലകളും രചിക്കാൻ തുടങ്ങി, അത് വിശദീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 10 വാള്യം ഉണ്ടായത്. അത് ഹദീസിൻ്റെ ഷറഹല്ല, പിന്നെ ഈ വിഷയത്തിൽ അതാണ് അൽ ഇഫ്സാഹ്. ഏതായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇമാം ഇബ്നുൽ ജൗസി പറയാണ്, ഇബ്നുൽ ജൗസിയൊക്കെ ഈ അൽ വസീർ ഇബ്നു ഹുബൈറിൻ്റെ ശിഷ്യരാണ്. ഇബ്നുൽ ജൗസി അൽ വസീർ ഇബ്നു ഹുബൈറയുടെ ശിഷ്യനാണ്. അപ്പോൾ ഇബ്നുൽ ജൗസി പറയണം, ഇബ്നുൽ ജൗസി എന്ന് പറഞ്ഞെങ്കിൽ സകല കലാ വല്ലഭൻ, വലിയ പണ്ഡിതൻ, ഗ്രന്ഥ ശേഖരങ്ങളുള്ള മഹാൻ. അദ്ദേഹം പറയാണ്, ഇബ്നുൽ ജൗസി പറയാണ്, ഞങ്ങൾ ഇബ്നു ഹുബൈറയുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇബ്നു ഹുബൈറ ഞങ്ങൾക്ക് ഇഫ്സാഹ് വിശദീകരിക്കുകയാണ്, ഷറഹ് ചെയ്യാണ്, ക്ലാസ് എടുത്തുകയാണ്. ഇഫ്സാഹ് എന്ന് പറഞ്ഞാൽ വസീറിൻ്റെ കിതാബ് തന്നെ വസീർ ആളുകൾക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഇബ്നുൽ ജൗസി ഉണ്ട്. അപ്പോൾ ഇബ്നുൽ ജൗസി പറയാണ്, ഞങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ ഒരാളുണ്ട് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തിനാ പിടിച്ചുകൊണ്ടിരുന്നത്? ഈ പിടിക്കപ്പെട്ട വ്യക്തി മറ്റൊരാളെ കൊന്ന്. അപ്പോൾ പിടിച്ചുകൊണ്ടിരുന്ന ആൾ കൊലകുറ്റം ചെയ്തവനാണ്, കൊണ്ടുവരുന്ന ആൾ ഈ കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ്. അവരാണ് ഒരാളെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വസീർ മന്ത്രിൻ്റെ അടുത്തേക്കല്ലേ കൊണ്ടുവരിക. മന്ത്രി എന്താ, മന്ത്രി കസേരയില്ല, പിന്നെ മന്ത്രി മസ്ജിദിൽ ക്ലാസ് എടുക്കുന്നിടത്തേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ഇയാളെ കൊണ്ടുവരുന്നു ചോദിച്ചു പറഞ്ഞ്, ഇയാൾ ഞങ്ങളുടെ സഹോദരനെ കൊന്നു. അപ്പോൾ ഇബ്നു ഹുബൈറ അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവരുടെ സഹോദരനെ കൊന്നു ചോദിച്ചു. കൊന്നു, അയാൾ ഞാനായിട്ടൊരു തർക്കത്തിൽ ഏർപ്പെട്ടു, എനിക്ക് അസഹ്യമായൊരു കാര്യം മൂപ്പര് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് അടിച്ചു, മൂപ്പര് മരിച്ചു എന്ന് പറയുന്നു, കൊന്നു. അപ്പോൾ ഇബ്നു ഹുബൈറ പറഞ്ഞ്, നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് നിങ്ങൾ തന്നെ അഗ്രി ചെയ്ത് കൊന്നു, അതുകൊണ്ട് ഇനി അവർ തീരുമാനിക്കും നിങ്ങളെന്താണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളെ ഖിസാസിൽ കൊല്ലണം, ഞങ്ങളെ സഹോദരനെ ഇയാൾ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പകരം കൊല്ലണം എന്ന് പറഞ്ഞു. ഇത്തരം ഈ കൊല ഉണ്ടല്ലോ, പ്രതിക്രിയയിൽ ഈ തല കൊത്തുക, അതുപോലെ കൈ കൊത്തുക, ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഭരണകൂടം ശരിക്കും ഇടപെടും. ആധികാരികമായിട്ട് അതിൻ്റെ തീരുമാനം ഇറക്കുക. ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന, കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അധികാരം.
പക്ഷെ എന്നാലും ഭരണകൂടം എന്ത് ചെയ്യും, ഭരണാധികാരികൾ നന്നായിട്ട് ഇടപെടും എങ്ങനെയെങ്കിലും ഒരാളെ ജീവൻ വിടുന്ന വിഷയത്തിൽ. അതിലൊക്കെ ഇസ്ലാമിൽ ഭയങ്കര ചരിത്രങ്ങളുണ്ട് അത്തരം വിഷയങ്ങളിൽ. ഏതായാലും അപ്പോൾ ഇബ്നു ഹുബൈറ പറഞ്ഞ് നിങ്ങൾ അയാളെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദായന്തരം തരാം, ഞാൻ നിങ്ങൾക്ക് ബ്ലഡ് മണി തരാം, നിങ്ങൾ അയാളെ എനിക്ക് വിട്ടു തരുമെന്ന് പറയാണ്. അങ്ങനെ അവരൊന്ന് അയയെന്ന് കണ്ടപ്പോൾ 600 ദീനാർ. 600 ദീനാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ സംഖ്യയാണ്. 600 ദീനാർ അൽ വസീർ അവർക്ക് കൊടുത്തു, ഇയാളുടെ ദിയക്ക് പകരം. എന്നിട്ട് അയാളെ പിടിച്ചു, അയാളെ വാങ്ങി, അയാളെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ 600 ദീനാർ എടുത്ത് അയാൾ വാങ്ങിയിട്ട് പിന്നെ ഇയാൾക്ക് 50 ദീനാർ മൂപ്പരവക. ആർക്ക്? ഈ കൊല ചെയ്ത് മോചിപ്പിക്കപ്പെട്ട ഇയാൾക്ക് 50 ദീനാറും കൊടുത്തു. അപ്പം സദസ്സ് നിർഭരല്ലേ, വലിയ സദസ്സാണ്, ഇബ്നുൽ ജൗസി അടക്കമുള്ള സദസ്സാണ്. അവർ പറഞ്ഞു, അൽ വസീർ നിങ്ങൾ അയാൾക്ക് പിന്നെ ഉള്ള ബ്ലഡ് മണി നൽകി, പിന്നെ ഒരു 50 ദീനാർ ഇയാൾക്ക്, അതൊക്കെ അന്നത്തെ കാലത്ത് വലിയ സംഖ്യയാണ്, ദീനാറാണ്. അപ്പോൾ ഇബ്നു ഹുബൈറ ഇവരോട് പറയുന്നത് എന്താ പറയുക, 50 ദീനാറും കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അതിൽ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ അവർ ചോദിച്ചപ്പോൾ നിങ്ങളത് 50 ദീനാർ ഇനി പിന്നെയും കൊടുത്തയക്കെന്ന് ചോദിച്ചു പറയണേ. ആ വിഷയം വിട്ടിട്ട് ഇബ്നു ഹുബൈറ പറയണേ, നിങ്ങൾക്കറിയുമ്പോൾ എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. അതാ പറയുന്നത്, നിങ്ങൾക്കറിയുമോ എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. അപ്പോൾ അവർക്കതറിയില്ല, അവർക്കറിയില്ല. അവരാണ് എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ആ കാഴ്ചയില്ലായ്മൻ്റെ കാരണം ഇയാളാണ്. ആര്? ഞാൻ ഈ 50 ദീനാർ കൊടുത്ത ഈ കൊല കുറ്റം ചെയ്തവൻ. അപ്പോൾ അതെന്താ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ വസീർ പണിയൊക്കെ ആണിൻ്റെ മുമ്പ് ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ മസ്ജിദിൽ ഒരു ഒരു കിതാബ് വായിച്ചുകൊണ്ടിരിക്കെ, പള്ളിയിൽ വായിച്ചുകൊണ്ടിരിക്കെ ഇയാൾ ഒരു പഴം വിറ്റ് ജീവിക്കണ പഴക്കച്ചവടക്കാരനാണ് ഇയാൾ, ഈ മനുഷ്യൻ. അയാൾ എന്ത് ചെയ്തു, പഴക്കൊട്ടയിട്ട് വന്നിട്ട് അവരോട് തിരക്കിയിട്ട് പഴം വിൽക്കുകയാണ്. പിന്നെ അയാൾക്ക് എഴുന്നേറ്റ് പോകണം, അപ്പോൾ ഇത് തലയിലേറ്റിയിട്ട് പോകണം. അപ്പോൾ അയാൾ എന്ത് ചെയ്ത്, വായിച്ചുകൊണ്ടിരിക്കണ എന്നെ വിളിച്ചിട്ട് ഈ കൊട്ട തലയിലേറ്റി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വായിച്ചുകൊണ്ടിരിക്കണ ആ മൂഡിൽ അയാളോട് പിന്നെ വിസമ്മതിച്ചു. അതിൽ അയാളെ ഒരു പഴം എടുത്തിട്ട് അതിന് ഒരൊറ്റ ഏറാണ്, എൻ്റെ കണ്ണ് അതോടുകൂടി പീസായി. കണ്ണ് അപകടപ്പെട്ടു അല്ലേ. അന്ന് അയാൾ എറിഞ്ഞു പോയതാ എൻ്റെ കണ്ണ് പോക്കിയിട്ട്. പിന്നെ അയാളെ ഞാൻ കാണുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ. ആ മനുഷ്യനാണ് ഇയാൾ എന്ന് പറയണം. അപ്പോൾ നോക്കി നിങ്ങൾ, യഹ്യ ഇബ്നു ഹുബൈറ അയാൾക്ക് എൻ്റെ കണ്ണ് പോക്കിയ ആളാണെന്ന് അറിയാം. ആ മാപ്പിനോടൊപ്പം എന്താ, അതാണ് ഈ മാപ്പും പിന്നെ റഹ്മത്തും. അതിൻ്റെ ഒരു മനസ്സിലായി, നമ്മൾ പടപ്പുകളുടെ അളവിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രമേൽ മഗ്ഫിറത്തുള്ള അള്ളാഹുവാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? റഹ്മാനുമാണ്, റഹീമുമാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ എത്ര കൊടുത്താൽ വായിക്കണത് ഇത്? ഗഫൂർ എന്നതിനെ തുടർന്ന് റഹീം, ഗഫൂർ റഹീമ, ഗഫൂറുൻ റഹീം. തങ്ങളുടെ ദുആവചനങ്ങളിൽ വരെ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഇന്നക ഗഫൂറുർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ദുആവചനങ്ങൾ ഇല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പ്രതീക്ഷ പുലർത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പ്രതീക്ഷ പുലർത്താൻ, അവനിൽ നിരാശപ്പെടാതിരിക്കാൻ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞൊരു ഇതാണ് ഗഫൂർ. അതിനെ തുടർന്ന് റഹീം. ഏതായാലും വക്കാന അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമും ആകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു മഗ്ഫിറത്തേക്കും ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും കനിയും എന്നുള്ളതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. വലിയ വിഷയങ്ങളാണ്, കുറേ മസാലകൾ നമുക്ക് പഠിക്കാനുള്ള വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പഠിക്കാം. അതൊക്കെ നമ്മൾ ശരിക്ക് വേറെ വേറെ ഇതിലുള്ള മസാലകൾ, ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞു പോകണം വേദനയില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.